നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ചർച്ച പരാജയം. സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. അതിരൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി നഴ്സുമാർ. ജില്ലയിൽ കാലവർഷം ശക്തം. കാക്കശ്ശേരിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. തുമ്പൂർമുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ച് 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള മകള് മരിച്ചു. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതായി പ്രാഥമിക നിഗമനം. കുഞ്ഞിന്റെ പിതാവ് വെള്ളറക്കാട് സ്വദേശി സുധീഷ് വാഹനാപകടത്തിൽ മരിച്ചത് വെള്ളിയാഴ്ച. എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടികളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ സഹിതം കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകി. തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമായി ലയണൽ മെസ്സി. ജോർദാനെ 1-3 ഗോളുകൾക്ക് അർജന്റീന തകർത്തു. പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഘാനയെ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യ വീഴ്ത്തി. നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾക്ക് രാത്രി തുടക്കം. മുള്ളൂർക്കരയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. കുട്ടികളടക്കം 4 പേർക്ക് കടിയേറ്റു. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ച പരാജയം. സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. അതിരൂപത ആസ്ഥാനത്തേക്ക് നഴ്സുമാർ മാർച്ച് നടത്തി. അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. രാജേഷ്, നമുക്കറിയാം സംഭവബഹുലമായ ഒരു സമര ദിവസത്തിനാണ് ഇന്ന് വേദിയായത്. രാവിലെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയായിരുന്നു തൃശൂർ ജൂബിലിയും അതുപോലെ അമല ആശുപത്രിയിലെ നേഴ്സുമാർ അവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മാനേജ്മെന്റുകളുടെയും UNA പ്രതിനിധികളുടെയും ചർച്ച വിളിച്ചു ചേർത്തത്. ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു ചർച്ച. അതൊരു ആശുപത്രി അധ്യക്ഷൻ ചെയർമാൻ കൂടിയായ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചർച്ചയിൽ പക്ഷേ ഫലം കാണാതെ പിരിയുകയായിരുന്നു. മാനേജ്മെന്റിന്റെ വാദം എന്ന് പറയുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിനോട് യോജിക്കാമെന്നായിരുന്നു മാനേജ്മെന്റ് വാദം. എന്നാൽ ഇതുമായി ഒത്തുപോകാനാകില്ലെന്നും ഇടക്കാല ശമ്പള പരിഷ്കരണം എന്ന ആവശ്യത്തിലേക്കടക്കം UNA പ്രതിനിധികളും ഉറച്ചു നിന്നു. ഇതോടെയാണ് ഈ ചർച്ച പരാജയമാകേണ്ടി വന്നത്. എന്തായാലും പിന്നീട് കണ്ടത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു മാർച്ചാണ്. അതിരൂപത ആസ്ഥാനത്തേക്ക്, അതായത് ആശുപത്രി ചെയർമാൻ കൂടിയായ ആർച്ച് ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലേക്ക് നേഴ്സുമാർ ഉടനടി മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാർച്ച് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതിന് നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കടക്കം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ആശുപത്രി ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയ നേഴ്സുമാരെ പോലീസ് വഴിയിൽ തടഞ്ഞു. തുടർന്ന് അവർ റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു. റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുള്ള ഒരു സമരത്തിലേക്ക് പിന്നീട് നേഴ്സുമാർ കടന്നു. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നിമിഷവും അവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണെന്നുള്ളതാണ്. രാത്രി വൈകിയും റോഡ് ഉപരോധം തുടരുകയാണ്. തങ്ങളുടെ ആവശ്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അതിശക്തമായ സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ഉള്ളത്. കാരണം 104 ദിവസം പിന്നിടുകയാണ് ഇവരുടെ സമരം. തങ്ങൾ ജീവിത സമരമാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ആക്രമണമായ സമരങ്ങളിലേക്കൊന്നും തങ്ങൾ കടന്നിട്ടില്ല. തങ്ങൾ ജീവിത സമരമാണ് നടത്തുന്നത്. തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൂലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. അതിൽ അടിസ്ഥാന ശമ്പള വർധനമടക്കം ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതുമായി
മാനേജ്മെന്റ് ആണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. ഇത് സർക്കാർ ഇടപെടണം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായി മാനേജ്മെന്റുകളുമായി സഹകരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ശമ്പള വർധനവ് ആവശ്യമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സമരത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ നേഴ്സുമാരുള്ളത്. നമുക്കറിയാം, വീട്ടമ്മമാരടക്കമുള്ള നേഴ്സുമാരും ഈ ഒരു സമയവും രാത്രി വലിയ രീതിയിലുള്ള മഴയടക്കം പെയ്തെങ്കിലും അതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാതെ അവർ ബിഷപ്പ് ഹൗസിന് മുന്നിലുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. ഇതിന് വലിയ രീതിയിലുള്ള പിന്തുണയും ഇപ്പോൾ കിട്ടിവരുന്നുണ്ട്. കാരണം അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് മാനേജ്മെന്റുകൾ തങ്ങളാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നൽകണമെന്നുള്ള പൊതു പിന്തുണയും ഈ സമരത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണേണ്ടി വരുന്നു. എന്തായാലും ഇപ്പോഴും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള നേഴ്സുമാരുടെ സമരം തുടരുകയാണ്. അതേസമയം ആരോഗ്യവകുപ്പ് മന്ത്രി നാളെ തൊഴിൽ മന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം സർക്കാരിന്റെ നിലപാട് കൂടുതൽ വ്യക്തതയോടുകൂടി മാനേജ്മെന്റുകളെ അറിയിക്കുമെന്നും തുടർന്ന് മാനേജ്മെന്റുകൾ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്ന തീരുമാനം. ഇതിൽ എത്രത്തോളം ഫലം കാണുമെന്ന് കണ്ടറിയേണ്ടി വരും. എന്തായാലും ആർച്ച് ബിഷപ്പ് അടുത്ത ദിവസം തന്നെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കും. നേഴ്സുമാരുടെ സമരം അവസാനിക്കില്ല. തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർച്ച് ബിഷപ്പിന്റെ വിദേശ യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സമരത്തിൽ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ നേഴ്സ് സംഘടനയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നാളെയും വലിയ രീതിയിലുള്ള സമര പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ആസൂത്രണം ചെയ്യുന്നത്. മറ്റ് ആശുപത്രികളെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേഴ്സുമാരെയും കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് UNA ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ശക്തമായ സമരത്തിലേക്കാണ് ഇനി തൃശ്ശൂർ നഗരം കടക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സമരം. ഇപ്പോഴും തുടരുന്ന സമരം നമുക്ക് കാട്ടിത്തരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് ഇന്ന് തൃശ്ശൂർ നഗരം വേദിയായത്. ഓക്കെ വിജിത്ത്. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ്. അതിരൂപത ആസ്ഥാനത്തേക്ക് നഴ്സുമാർ മാർച്ച് നടത്തി. അതുപോലെ തന്നെ റോഡ് ഉപരോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് തലച്ചിറയാണ്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമായി. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കാക്കശ്ശേരിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. എളവള്ളി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ PG ഗിനീഷിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. ഓടിട്ട വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ പറമ്പിലെ തേക്ക് മരം മറിഞ്ഞു വീഴുകയായിരുന്നു. അതിരപ്പള്ളി റോഡിലെ തുമ്പൂർമുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. ആളപായമില്ല. പാലക്കാട് നിന്ന് വന്ന 6-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിസരത്തുണ്ടായിരുന്ന വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തെ തുടർന്ന് 1 മണിക്കൂർ നേരം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളറക്കാട് പൊയിലി റോഡിൽ തറമേൽ ഞാലിൽ വീട്ടിൽ സുധീഷ് മനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് അക്കിക്കാവിൽ ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരിച്ചത്. തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ മൂക്കിൽ നിന്നും രക്തം വാർന്ന് ചലനമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മരത്തങ്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയിൽ പാൽ കൊടുത്തതിനു ശേഷം തൊട്ടിലിൽ കിടത്തിയതായിരുന്നു. എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. എടത്തിരുത്തി കൊപ്രക്കളം വലിയ വീട്ടിൽ പോളിന്റെ വീട്ടിലെ ഗേറ്റിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള അലങ്കാര ചെടികളാണ് കാറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. പോളും കുടുംബവും വിദേശത്താണ്. ഏകദേശം 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടിയാണ് മോഷണം പോയിട്ടുള്ളത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
മുള്ളൂർക്കര പഞ്ചായത്തിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. കുട്ടികളടക്കം 4 പേർക്ക് കടിയേറ്റു. മുള്ളൂർക്കര SN നഗറിൽ താമസിക്കുന്ന 4 പേർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത്. മദ്രസയിലേക്ക് പോയിരുന്ന കുട്ടിയെയാണ് ആദ്യം തെരുവ് നായ ആക്രമിച്ചത്. പിന്നീട് സമീപത്തുള്ള 2 പേർക്ക് കൂടി കടിയേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് വിതരണം നടന്നു. 1.25 ലക്ഷത്തോളം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകിയത്. ഇതിനായി 1877 ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു. അങ്കണവാടികൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം പ്രത്യേക ബൂത്തുകൾ പ്രവർത്തിച്ചു. ഏതെങ്കിലും കാരണവശാൽ വാക്സിൻ ലഭിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വോളണ്ടിയർമാർ വീടുകളിലെത്തി മരുന്ന് നൽകും. പൾസ് പോളിയോ പ്രതിരോധ വാക്സിൻ നൽകുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള K. കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ മകൾ സാൻവി ശങ്കരിക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NA ഷീജ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിൽഷോ ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏത് വെല്ലുവിളിയെയും അതിജീവിച്ച് കേബിൾ TV ഓപ്പറേറ്റർമാർ മുന്നോട്ടു പോകുമെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് ആരംഭിച്ച വെല്ലോസ് മീഡിയ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച ഏകോപനത്തിലൂടെ കൂടുതൽ വേഗതയുള്ള സേവനങ്ങൾ ഗുണമേന്മയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുവാൻ COAയ്ക്ക് കഴിഞ്ഞുവെന്ന് PB സുരേഷ് പറഞ്ഞു. ടൂറിസം മേഖല, റോട്ടൽ സൊല്യൂഷൻ പ്രൊഡക്ഷൻ, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ പുതിയ സംവിധാനത്തിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മയ്ക്ക് ഏത് വെല്ലുവിളിയെയും അതിജീവിച്ച് മുന്നോട്ടു പോവാൻ കഴിയും. കേരളത്തിലെ 4000-ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് COA എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. KCCL എന്ന കമ്പനി രൂപീകരിച്ച് കേരള വിഷൻ ബ്രാൻഡിനെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ കമ്പനിയും കേരളത്തിലെ 1ാമത്തെ കമ്പനിയുമാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ബാബു അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ നിഷിത ബാബു, KCCL ചെയർമാൻ PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബൈജു, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, വെല്ലോസ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബാബു നാസർ, മാനേജിംഗ് പാർട്ണർ KC ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പുന്നൂക്കരയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ 34 വയസ്സുള്ള ബിജീഷാണ് മരിച്ചത്. പുത്തൂർ ചോച്ചേരിക്കുന്ന് ഭാഗത്തു നിന്നും പുന്നൂക്കര ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഗുരുതര പരിക്കേറ്റ ബിജീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച വടക്കാഞ്ചേരി സ്വദേശിയായ യുവതിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. വടക്കാഞ്ചേരി പുല്ലാനിക്കാട് വാണിയം കിഴക്കയിൽ വിൻസെന്റിന്റെ മകൾ 23 വയസ്സുള്ള നവോമിക്കാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. 24-ാം തീയതി രാത്രി അമ്മയ്ക്കും സഹോദരനുമൊപ്പം തിരുവനന്തപുരത്തേക്ക് ജോലി ആവശ്യത്തിന് പോകുമ്പോഴായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ നവോമിയെ ആദ്യം കൊട്ടാരക്കര വിജയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പരിക്കേറ്റ അമ്മയും സഹോദരനും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആർച്ചറിയിൽ ദേശീയ തലത്തിൽ 8ാം സ്ഥാനം നേടി ഗുരുവായൂരിന്റെ അഭിമാന താരമായിരിക്കുകയാണ് 9 വയസ്സുകാരി നിവ മെറിൻ റാഫേൽ. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമുണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ കുരുന്ന് താരം. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടി ചൊവ്വല്ലൂർ വിനു റാഫേൽ ജോഫി ദമ്പതികളുടെ മകളായ നിവ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 3ാം ക്ലാസ് മുതൽ ആർച്ചറിയിൽ പരിശീലനം ആരംഭിച്ച നിവ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഗോവയിൽ നടന്ന ഓൾ ഇന്ത്യ ഇൻഡോർ ആർച്ചറി ടൂർണമെന്റിലാണ് ദേശീയ തലത്തിൽ 8ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ജില്ലാതല ആർച്ചറി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നിവ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനക്കാരിയാണ്. ഫസ്റ്റ് പോയത് ജില്ല തൃശ്ശൂരില്, അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. സെക്കൻഡ് പോയത് എറണാകുളം സ്റ്റേറ്റ്, അതിലെനിക്ക് തേർഡും കിട്ടി. പിന്നെ ആന്ധ്രയിൽ പോയി, അത് ആണെങ്കിൽ ഒരു റൗണ്ട് മിസ്സായി, അപ്പോ അതില് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഓൾ ഇന്ത്യ ലെവൽ ഗോവയിൽ പോയിട്ട് എനിക്ക് 8th റാങ്ക് കിട്ടി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ആർച്ചറി അക്കാദമിയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആന്ധ്രയിൽ നടന്ന ദേശീയ മത്സരത്തിൽ യാത്രാ തടസ്സം മൂലം ഒരു റൗണ്ട് നഷ്ടമായത് 1ാം സ്ഥാനം കൈവിടാൻ കാരണമായെങ്കിലും ആ നിരാശ മറികടന്നാണ് ഗോവയിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. സ്കൂൾ തലത്തിലോ സർക്കാർ തലത്തിലോ ആർച്ചറി പരിശീലനത്തിന് അർഹമായ അവസരങ്ങളോ പ്രോത്സാഹനങ്ങളോ ലഭിക്കുന്നില്ലെന്ന് നിവ പരാതിപ്പെടുന്നു. മികച്ച പരിശീലന സൗകര്യങ്ങൾ ലഭിച്ചാൽ ആർച്ചറിയിൽ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായി മാറാൻ ഈ കുരുന്നിന് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാട്ടുകാരും വീട്ടുകാരും. നിവയെ വാർഡ് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ വീട്ടിലെത്തി അനുമോദിച്ചു. TCV ഗുരുവായൂർ. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം തൃപ്രയാറിൽ നടന്നു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സുരേഷ് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. ഗീതാഗോപി MLA, മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NA പീതാംബരൻ, ഷീബ അജയകൃഷ്ണൻ, CG മോഹൻദാസ്, CK കൃഷ്ണകുമാർ, PK മോഹൻ മാസ്റ്റർ, ഷില്ലി ജിജുമോൻ, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത്, TMC മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, കേരള വിഷൻ തൃശൂർ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് ജോസ്, മേഖലാ പ്രസിഡന്റ് EL ടോണി, മേഖലാ സെക്രട്ടറി TM റഹീം, TMC ചെയർമാൻ KR സുമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിലെ ചാലക്കുടി കോടതി അടിപ്പാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്ന നടപടികൾക്ക് തുടക്കമായി. അടിപ്പാതയിലെ നടപ്പാതയുടെ വീതി കുറയ്ക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. വടക്കേ പ്രവേശന വരിയിലെ സ്ലാബ് 1.5 മീറ്റർ നീളത്തിൽ മുറിച്ചുമാറ്റി. സർവീസ് റോഡുകളുടെ വീതി കൂട്ടൽ, ബെൽമൌത്ത് സ്ഥാപിക്കൽ തുടങ്ങിയ തീരുമാനങ്ങളും അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ഇനി നടപ്പാക്കാനുണ്ട്. അടിപ്പാതയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിൽ ഇനി ലോകകപ്പ് വിശേഷങ്ങളാണ്. കളികാലം.
ലോകകപ്പിലെ നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ തുടക്കമാകുന്നു. ആതിഥേയരായാണ് മത്സരം. നോക്കൌട്ടിലെ ആദ്യ സൂപ്പർ പോരാട്ടം നാളെ രാത്രി 10:30. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആവേശ പോരാട്ടത്തിൽ ജോർദാനെ 1-3 ഗോളുകൾക്ക് അർജന്റീന തകർത്തു. ഈ മത്സരത്തിലെ ഗോൾ നേട്ടത്തോടെ തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ലയണൽ മെസ്സി സ്വന്തമാക്കി. മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഘാനയെ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യ വീഴ്ത്തി. ആദ്യ പകുതിയിൽ 2 ഗോളിന് മുന്നിട്ട് നിന്ന് അർജന്റീനയെ ഞെട്ടിച്ച് രണ്ടാം പകുതിയിൽ 1 ഗോൾ ജോർദാൻ തിരിച്ചടിച്ചെങ്കിലും പകരക്കാരനായി ഇറങ്ങിയ നായകൻ ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളിലൂടെ അർജന്റീന ജയമുറപ്പിച്ചു. ഈ ലോകകപ്പിൽ മെസ്സിയുടെ 6ാം ഗോളാണിത്. തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പിലെ ആകെ ഗോൾ എണ്ണം മെസ്സി 19ആക്കി ഉയർത്തി. ആദ്യ പകുതിയിൽ ഫ്രീ കിക്കിൽ നിന്ന് ലോ സെൽസോയും പെനാൽറ്റിയിൽ നിന്ന് ലൗതാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തു. 55-ാം മിനിറ്റിൽ മൂസ അൽട്ടമാരിയാണ് ജോർദാന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ജെയിൽ നിന്നും അർജന്റീനയെ കൂടാതെ ഓസ്ട്രിയയും അൾജീരിയയും നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. ഓസ്ട്രിയ അൾജീരിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും 3 ഗോൾ വീതമടിച്ച് പിരിഞ്ഞതോടെ 3ാം സ്ഥാനത്തുള്ള മികച്ച 8 ടീമുകളുടെ പട്ടികയിൽ നിന്നും ഇറാൻ പുറത്തായി. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലെത്തി. സമനില വഴങ്ങിയെങ്കിലും ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായ പോർച്ചുഗലും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്ക് തകർത്ത് കോങ്കോ മികച്ച 3ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. ആഫ്രിക്കൻ കരുത്തരായ ഘാനയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ക്രൊയേഷ്യയും നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ പാനമയെ തകർത്ത് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. ഒറ്റ മത്സരം പോലും ജയിക്കാതെ പാനമ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വാനോളമുയർത്തി ചാവക്കാട് മുല്ലപ്പുഴയിൽ വീണ്ടും കൂറ്റൻ കട്ടൌട്ടുകൾ. കറകമാട് കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ ലോകത്തെ വിസ്മയത്തിലായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ എന്നിവരുടെ കൂറ്റൻ കട്ടൌട്ടുകൾ സ്ഥാപിച്ചത്. 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കട്ടൌട്ടുകൾ പുഴയിൽ ഒരുക്കിയിട്ടുള്ളത്. കട്ടൌട്ടുകൾ കാണാനും സെൽഫി എടുക്കാനും നിരവധി പേരാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. ചെസ്സിൽ ചരിത്രമെഴുതി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ. chess.com ബുള്ളറ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടമാണ് നിഹാൽ സരീൻ കൈവരിച്ചത്. ഏറ്റവും വേഗതയേറിയ പ്രധാന ഓൺലൈൻ ചെസ് ഫോർമാറ്റിന്റെ ഗ്രാൻഡ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അലിറസ ഫിറോസ്ജയെ 2 തവണ തോൽപ്പിച്ചാണ് നിഹാൽ കിരീടം ചൂടിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ബുള്ളറ്റ് താരങ്ങളിലൊരാളായ ഹിറുജിസ 3 തവണ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. മത്സരങ്ങൾക്കിടയിൽ നിഹാൽ തുടർച്ചയായി 15 ഗെയിമുകൾ ജയിച്ച അപൂർവ നേട്ടവും സ്വന്തമാക്കി. അഖില ഭാരതീയ നാരായണീയ മഹോത്സവ സമിതി ജില്ലാ പ്രതിനിധി സമ്മേളനം തൃശൂർ പാർമേക്കാവ് ക്ഷേത്ര മഗ്രശാലയിൽ നടന്നു. സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് ടി ഇന്ദിര, ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ, ബി മോഹനൻ, കെ ഗിരീഷ് കുമാർ, IB ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മെറിറ്റ് ഡേ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, HM ഫോറം സെക്രട്ടറി KA ബെന്നി, ഫാദർ തോമസ് വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ KR ഷീജിയെ ചടങ്ങിൽ ആദരിച്ചു. ഉള്ളൂർ മണ്ഡലത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ K രാജൻ MLA അധ്യക്ഷത വഹിച്ചു. കളക്ടർ ശിഖ സുരേന്ദ്രൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, നടൻ ജയരാജ് വാര്യർ, ഇസഫ് സ്ഥാപകൻ പോൾ K തോമസ്, മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അലീന ബിനോയ്,
അന്ന സാറ. തൃശൂർ SN പാർക്ക് സെന്റ് പീറ്റേഴ്സ് റിയൻപള്ളിയിൽ തിരുനാളിന് കൊടിയേറി. വികാരി ഏലിയ റംപാൻ കൊടിയേറ്റം നിർവഹിച്ചു. ജൂലൈ 4, 5 തീയതികളിലാണ് തിരുനാൾ. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,195 രൂപ, പവന് 1,05,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നടത്തിയ ചർച്ച പരാജയം. സമരം തുടർന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അതിരൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ നഴ്സുമാർ. ജില്ലയിൽ കാലവർഷം ശക്തം. കാക്കശ്ശേരിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ഊർമുടിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ച് 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള മകള് മരിച്ചു. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതായി പ്രാഥമിക നിഗമനം. കുഞ്ഞിന്റെ പിതാവ് വെള്ളറക്കാട് സ്വദേശി സുധീഷ് വാഹനാപകടത്തിൽ മരിച്ചത് വെള്ളിയാഴ്ച. എടത്തിരുത്തിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള അലങ്കാര ചെടികൾ മോഷണം പോയി. 40,000 രൂപ വില വരുന്ന അലങ്കാര ചെടികളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ സഹിതം കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകി. തുടർച്ചയായി 7 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമായി ലയണൽ മെസ്സി. ജോർദാനെ 1-3 ഗോളുകൾക്ക് അർജന്റീന തകർത്തു. പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഘാനയെ 1-2 ഗോളുകൾക്ക് ക്രൊയേഷ്യ വീഴ്ത്തി. നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾക്ക് രാത്രി തുടക്കം. മുള്ളൂർക്കരയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. കുട്ടികളടക്കം 4 പേർക്ക് കടിയേറ്റു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.